ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് സിറ്റിയിലെ തിരക്കൊക്കെ ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്കിന്ന് സിറ്റിയിലേക്ക് പോകേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ട്. വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് അത്യാവശ്യമായിട്ട് വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ സിറ്റിയിലോട്ടാണ് പോകുന്നത്. സാധാരണയായി വീടിൻ്റെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഞാനാണ് ആദ്യം ചോദിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ എന്ന്. പക്ഷേ ഈ പ്രാവശ്യം നേരെ തിരിച്ചാണ് സംഭവിച്ചത്. നല്ല അവിൽ മിൽക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് എന്നോട് ചോദിച്ച് കഴിഞ്ഞില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ നല്ലൊരു ബേക്കറി കണ്ടു. ഞങ്ങൾ ഇതിനു മുന്നേ ഈ ഒരു ബേക്കറിയിൽ വന്നിട്ടുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ചില ഫുഡ് സ്പോട്ടൊക്കെ കാണുമ്പോഴത്തേക്കും അവിടെ ഫുഡ് കഴിക്കാനായിട്ട് പോകാറുണ്ട്. എല്ലായിടത്തും പോകാറില്ല. കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ തോന്നുന്ന സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്. അത് സ്ഥിരമായിട്ടൊന്നും പോകത്തില്ല കേട്ടോ, വല്ലപ്പോഴുമാണ് പോകുന്നത്. അങ്ങനെ ഒരിക്കൽ നമ്മൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ബേക്കറിയെ പറ്റി അറിയുന്നത്. 3 മണിവരെയും ഓപ്പൺ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിലെ പ്രൊമോഷൻ വീഡിയോയിൽ പറയുന്നത്. ഒരു ദിവസം നമ്മളൊരു 1:30-2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്കും ഇത് ഓപ്പൺ അല്ലായിരുന്നു. അങ്ങനെ നമുക്കിവിടെ കയറി ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഇന്നാണ് വരുന്നത്. ഷുഗറൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അറിഞ്ഞതുകൊണ്ട് നമ്മൾ അവിൽ മിൽക്ക് അതേ രീതിയിൽ ഹെൽത്തി ആയിട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്താണ് വാങ്ങിയത്. എന്തായാലും ഫുഡ് അടിയൊക്കെ അടിപൊളിയായിട്ട് നടന്നു. ഇനി നമുക്ക് നേരെ ഷോപ്പിങ്ങിലോട്ട് പോവാം. എന്തായാലും സിറ്റിയിലേക്ക് പോകുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിന് അടുത്തൂടെയാണ്. അപ്പോൾ പിന്നെ ക്ഷേത്രത്തിൻ്റെ നടയിലൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ആറ്റുകാൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പരിസരമൊക്കെ ഒന്ന് കണ്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനമെന്ന് ഇപ്പോൾ തോന്നുന്ന ഒരു കാര്യം വാങ്ങാനാണ് ഈ ഫ്ലോറിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ എല്ലാ കോർണറിലും നല്ലപോലെ വല പിടിച്ച് വരുന്നുണ്ട്. നമ്മളത് എത്ര വൃത്തിയാക്കിയാലും ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും വീണ്ടും അത് നല്ലപോലെ സ്പ്രെഡായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കുറച്ച് നാളുകൾക്ക് മുന്നേ ആയിട്ട് നമ്മൾ ഈ മേളയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ഡസ്റ്റ് ക്ലീനർ സെയിലിന് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് എത്ര ദൂരത്തിൽ വേണോ എത്ര നീളത്തിന് വേണോ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അത്രയും ഉയരത്തിലുള്ള വലകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഡസ്റ്റ് ക്ലീനർ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ചിലപ്പോഴൊക്കെ നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുമ്പോഴത്തേക്കും നോർത്ത് ഇന്ത്യൻസ് ഇത് സെയിൽ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് വെറും 100 രൂപയ്ക്കാണ് അവർ സെയിൽ ചെയ്തിരുന്നത്. പക്ഷേ ആ സമയത്ത് ഇതിൻ്റെ ഉപയോഗം എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് അന്ന് ഞാൻ വാങ്ങിയില്ല. പക്ഷേ ഇപ്പോൾ ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നി. ഇതാണ് ഈ പ്രാവശ്യത്തെ ഷോപ്പിങ്ങിൽ ഞാൻ പ്രധാനമായിട്ടും വാങ്ങിയത്. ഇനി നമുക്ക് കാറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് അക്സസറീസും കൂടെ വാങ്ങാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിയും. ഇനി നമുക്ക് നാളത്തെ വിശേഷങ്ങൾ കാണാം. സാധാരണയായിട്ട് നമ്മൾ സൺഡേ ആണ് കുറച്ച് യാത്രകളൊക്കെ ചെയ്യുന്നത്, ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സൺഡേയിലുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഞായറാഴ്ചയായിട്ട് രാവിലെ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അധികം സമയം കുക്കിങ്ങിന് സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് വലിയ താല്പര്യം തോന്നാറില്ല. അതുകൊണ്ട് ദോശ, പുട്ട്, ഇഡ്ഡലി, ഇടിയപ്പം ഇവയെല്ലാം മാറ്റി നിർത്തി കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത്. മധുരക്കിഴങ്ങും കുറച്ച് ഉള്ളിച്ചമ്മന്തിയും അതിനോടൊപ്പം കുറച്ച് പയർ മെഴുക്കുവരട്ടിയും ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാക്കി. സാധാരണയായി നമ്മൾ യാത്ര ചെയ്യുന്നതിന് തലേ ദിവസം തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള സ്ഥലം നോക്കി വെക്കാറുണ്ട്. എത്ര മണിക്കൂർ ട്രാവൽ ചെയ്യണമെന്നും എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണമെന്നും എന്തൊക്കെ കയ്യിൽ കരുതണം എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി വെച്ചിട്ടാണ് യാത്ര തുടങ്ങുന്നത്. പക്ഷേ ഇന്നത്തെ യാത്രയിൽ നമ്മളിതൊന്നും നോക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നും വെക്കാതെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലോട്ടാണ്. തമിഴ്നാട്ടിലെ ഒരു എക്കോ ടൂറിസം പദ്ധതി കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് 2 മണിക്കൂറുള്ള യാത്രയുണ്ട്. 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്തപ്പോൾ തന്നെ നല്ലപോലെ വിശപ്പ് തുടങ്ങി. ബോറടിയും അതിനൊരു കാരണം തന്നെയായിരുന്നു. എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്തുള്ള ഒരു നല്ല നാടൻ ഭക്ഷണശാലയിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചു. ഇനി വീണ്ടും 1 മണിക്കൂറും കൂടെ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. കാലാവസ്ഥയൊക്കെ അധികം വെയിലില്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ചിലപ്പോൾ നല്ലപോലെ മഴ കാണും, ചിലപ്പോൾ ചെറുതായിട്ട് മഴ കാണും. അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. എന്തായാലും വലിയ പ്രതീക്ഷയില്ലാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കും. ഫുഡെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കും. വീണ്ടും നമ്മൾ യാത്ര ചെയ്യും. വീണ്ടും ഇതുപോലെ വെള്ളമൊക്കെ കുടിക്കും. വീണ്ടും യാത്ര ചെയ്യും. അങ്ങനെയായിരുന്നു നമ്മുടെ യാത്ര മുഴുവനും. അങ്ങനെ 2 മണിക്കൂറുള്ള വിശാലമായ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ എക്കോ ടൂറിസത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും അവരിതെല്ലാം പൂട്ടിക്കെട്ടിപ്പോയി.
5 മണി വരെ ഇതിൻ്റെ എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല. അങ്ങനെ വമ്പൻ ഫ്ലോപ്പായിരുന്ന ഒരു യാത്രയായിരുന്നു ഇത്. പക്ഷെ എന്നാലും നമ്മൾ വിട്ടുകൊടുത്തില്ല. നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് നല്ല നല്ല ഗ്രാമങ്ങളും നല്ല ഭംഗിയുള്ള കൃഷിയിടങ്ങളൊക്കെ കണ്ടാണ് വന്നത്. ഇങ്ങോട്ട് വരുന്ന ധൃതിയിൽ അതൊന്നും ആസ്വദിക്കാതെയാണ് നമ്മൾ വന്നത്. എന്തായാലും ഈ എക്കോ ടൂറിസത്തിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് ഇനി നമുക്ക് ഈ ഗ്രാമങ്ങളും കൃഷിസ്ഥലങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് ആസ്വദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ സ്ഥലമാണ് കേട്ടോ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇതെല്ലാം ഒന്നുകിൽ നെല്ല് അല്ലെങ്കിൽ ഗോതമ്പാണ്. ഇത് കണ്ട നെല്ലല്ലെങ്കിൽ നെല്ലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നെല്ല് തന്നെ അല്ലേ? ഇത് ഇങ്ങനെ ഇതിൽ നെല്ലിങ്ങനെ അടിച്ചതില് അരി ഉണ്ടല്ലോ, നെല്ലിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ട്. കൃഷിയൊക്കെ കഴിഞ്ഞ്, അതായത് വേനലായതുകൊണ്ട് വേനലായതുകൊണ്ട് വെയിലൊക്കെ അടിച്ചിട്ട് ഈ ഹാർവെസ്റ്റിംഗ് പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഉണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കറക്റ്റ് തമിഴ്നാട്ടിലെ ഗ്രാമം എന്ന് പറയുന്ന ആ ഒരു വ്യൂ കംപ്ലീറ്റ് ഇവിടെ നിന്ന് കാണാം. എന്തൊരു ഭംഗി നോക്ക്. മുകളില് മീൻസ് ബാക്ക്ഗ്രൗണ്ടില് മലയും ഈ റോഡ് കംപ്ലീറ്റ് ഗ്രാമം, കൃഷിസ്ഥലം, തമിഴ്നാടിന്റെ കൃഷിസ്ഥലം കംപ്ലീറ്റ് കാണാം. നോക്ക് എന്ത് ഭംഗിയാണ് നോക്ക്. നെല്ലാണ് ഈ നട്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മള് നേരിട്ട് കാണുന്ന ഭംഗി ആ ക്യാമറയിൽ കിട്ടുന്നില്ല. കണ്ടോ, ദൂരെയായിട്ട് മല കാണാം. പിന്നെ ഇതെല്ലാം കുറെയൊക്കെ വാഴ കൃഷി ചെയ്തിട്ടുണ്ട്, ഏത്തനോ അങ്ങനെ എന്തൊക്കെയോ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് കംപ്ലീറ്റ് നെല്ലാണ്. ആട്ടുംകുട്ടികളൊക്കെ പോണ്. അടിപൊളിയല്ലേ? രണ്ടുപേരും കൂടെ എവിടെ പോണം? ഈ സൈഡൊക്കെ കംപ്ലീറ്റ് വാഴകൃഷിയാണ്. ഇത് ബസ് പോകുന്ന റൂട്ടാണ് കേട്ടോ. ഒരു ബസ് സ്റ്റോപ്പ് ഒക്കെ നമ്മൾ ഇതിന്റെ ഇടയിൽ കണ്ടായിരുന്നു. കുറച്ച് ദൂരം കഴിഞ്ഞ് വീണ്ടും അടുത്ത പാടം തുടങ്ങുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ വാട്ടർ ബോഡീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വിശാലമായിട്ടുള്ള പാടം, നെൽപ്പാടം, ദൂരെയായിട്ട് മല, ഇഷ്ടം പോലെ മലനിരകളുണ്ട്. പിന്നെ ഒരു അമ്പലം. ആ അമ്പലത്തിന്റെ ഒരു ഭംഗി നോക്ക് അല്ലേ, അടിപൊളി. തിരിച്ചു വരുമ്പോ നമുക്ക് ഫോട്ടോസ് എടുത്തെടുത്ത് വരാം കേട്ടോ. കുറച്ച് ദൂരം വരെ ഒന്ന് പോയിട്ട് അങ്ങോട്ട് പോവോ? അങ്ങ് പോയിട്ട് വരാം നമുക്ക്. അപ്പൊ ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാഗർകോവിൽ, മാർത്താണ്ഡം ഈ ഒരു ഏരിയയുടെ ഇടയിലാണ് കേട്ടോ. അപ്പൊ ഇവിടെയുള്ള ഒരു വലിയൊരു ഗ്രാമം, അതായത് കൃഷിയൊക്കെ ഒരുപാടുള്ള ഒരു ഗ്രാമം. കണ്ടോ, നെൽപ്പാടമൊക്കെ കണ്ടോ ബാക്ക് സൈഡിൽ. അത് നമ്മുടെ കാറ്. അതല്ലാതെ കണ്ടോ ബാക്ക് സൈഡിലൊക്കെ ഒരുപാട് കൃഷിയാണേ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, ഒരുപാട് കൃഷിയുള്ളൊരു സ്ഥലം. കണ്ടോ, ഇതിങ്ങനെ ഒരു 9-10 കിലോമീറ്ററോളം ഉണ്ട്. നമുക്കിങ്ങനെ കണ്ട് വരാം. കണ്ടോ, നടുക്കൂടെ റോഡ് കണ്ട. ഈ റോഡിൻ്റെ 2 സൈഡിലുമായിട്ടാണ് കൃഷി വരുന്നത്. ഇതിങ്ങനെ കണ്ട് നമുക്ക് നടക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നമ്മൾ നിർത്തിയതാണേ. ഇത് നോക്ക്, നമുക്ക് ഈ ഒരു കളറാണ് കേട്ടോ. നേരിട്ട് കാണാൻ നല്ല കളറാണേ. എനിക്ക് തോന്നുന്നു എന്താ കണ്ട, ഈ നെല്ല് ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ട, ഇത് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പാകമായി നിൽക്കുന്നതാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് പാടത്ത് ഈ ഒരു നല്ല യെല്ലോ കളറായി നിൽക്കുന്ന കുറേ പാടം അവർ നെല്ലെല്ലാം ഹാർവെസ്റ്റ് ചെയ്ത് ഒതുക്കിയിരിക്കുകയാണ്, ക്ലിയർ ആക്കിയിരിക്കുകയാണ് ആ പാടമൊക്കെ. എന്നിട്ട് കുറച്ച് കത്തിക്കുന്നതൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടു. അപ്പോൾ ഇതെല്ലാം വിളഞ്ഞ് നിൽക്കുന്നതാണ്. കാരണം ആ ഒരു യെല്ലോ കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പുറത്തെ സൈഡെന്ന് പറയുന്നത് കണ്ടോ കറക്റ്റ് പച്ചയാണ്. അത് അധികം പാകമായിട്ടില്ല. കണ്ടോ, പച്ച കളറിൽ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്ക്. അടിപൊളിയായിട്ടാ കാണാനൊക്കെ. നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ നമ്മൾ വരമ്പിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് വെള്ളം കുറവായത് കൊണ്ട് നമുക്ക് നടക്കാം. ഓക്കെ,
അങ്ങനെ നമ്മൾ ഈ വിശാലമായിട്ടുള്ള നെൽപ്പാടം ചുറ്റിക്കറങ്ങി കണ്ടു. അതോടൊപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നല്ല നല്ല ഫോട്ടോസും എടുക്കാൻ സാധിച്ചു. ഇത്രയും വിശാലമായി കിടക്കുന്ന ഈ പാടത്തിൻ്റെ നടുക്കായിട്ട് ഒരു അമ്പലം നമ്മൾ ദൂരെ നിന്ന് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും അടുത്ത് പോയി കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അമ്പലത്തിനകത്ത് കയറി നമ്മൾ തൊഴുതില്ല, അമ്പലത്തിൻ്റെ നട വരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെ ഈ നെൽപ്പാടങ്ങളിൽ നിന്ന് ശേഖരിച്ചിരിക്കുന്ന നെല്ല് കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. ഇതൊക്കെ വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചകളാണ്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് തന്നെ. തിരിച്ചു പോകുന്ന വഴിക്ക് പാടത്ത് നിന്ന് യന്ത്രത്തിലൂടെ നെല്ല് ശേഖരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അതും ഈ വീഡിയോയിലെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.